And today we're going to look into the word in Revelation chapter 3. നമുക്ക് ഇന്ന് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം ശ്രദ്ധിക്കാം. I have taken that text with a particular purpose. ഒരു പ്രത്യേക ഉദ്ദേശത്തോടെയാണ് ആ ഭാഗം തിരഞ്ഞെടുത്തത്. We will be moving on to the love of God. ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് നമ്മൾ പോകും. And I want to just tell you something very, very important. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. This morning Pastor Heflin gave me some papers. രാവിലെ കർത്താവിൻദാസ് ഹെഫ്ലിൻ ചില പേപ്പർ എൻ്റെ തന്നു. It is a prophecy that has been written down. ഒരു പ്രവചനം അവിടെ എഴുതിയിട്ടുണ്ട്. In fact, this prophecy is dated October the 24th, 2013. 13 this year. അല്ല, ഈ വർഷം ഒക്ടോബർ 30-ാം തീയതി കിട്ടിയ പ്രവചനമാണ്. I've just had a glimpse at it. അതിലെ ഞാനതൊന്ന് ഓടിച്ചു നോക്കി. And it agrees with what the Lord put in my heart 3-4 years ago. 3-4 വർഷം മുമ്പ് കർത്താവിന്റെ ഹൃദയത്തിൽ ചിട്ട ആ ഒരു കാര്യവുമായി ഇത് യോജിക്കുന്നുണ്ട്. Really, it is not the best thing that you would like to hear. ഹല്ലേലൂയ. ഒരുപക്ഷെ നമുക്ക് കേൾക്കാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമായിരിക്കത്തില്ല അത്. So I want to prepare you for that. അതിനാ ഞാൻ നിങ്ങളെ ഒരുക്കാൻ ആഗ്രഹിക്കുക. And the church, I want to tell, before I tell you what is written here, I want you to know that the church will be protected. ഹല്ലേലൂയ. ഇവിടെ എഴുതിയിരിക്കുന്നതിന്റെ അടിസ്ഥാനം ഞാൻ നിങ്ങളോട് പറയട്ടെ, ഏത് സാഹചര്യം വന്നാലും ദൈവസഭയ്ക്ക് ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കും. I want all of you to listen to this. നിങ്ങൾ ദയവായി ശ്രദ്ധിക്കണം. Whatever the world may go through, ലോകം എന്തിൽ കൂടെയൊക്കെ കടന്നു പോയാലും the church of the Lord Jesus Christ will be kept safe and secure. ആമേൻ. കർത്താവിന്റെ സഭ സുരക്ഷിതമായി സൂക്ഷിക്കപ്പെടും. I want this to go deep into your spirit. We have security. God will take care of us. ഹല്ലേലൂയ. നമുക്ക് സുരക്ഷിതത്വമുണ്ട്. നമ്മൾ ഇത് ഹൃദയത്തിൽ ഇത് ഏറ്റെടുക്കണം. At the same time, അതേസമയം turn with me to Revelation 3. വെളിപ്പാട് 3-ലേക്ക് ഒന്ന് പോയി. There is a message which the Lord had written to the church in Philadelphia. ഫിലഡൽഫിയ സഭയ്ക്കുള്ള സന്ദേശത്തിൽ ഒരു ദൂത് അവിടെ എഴുതിയിട്ടുണ്ട്. താങ്ക് യു ജീസസ്. സ്തോത്രം. താങ്ക് യു ലോർഡ് ജീസസ്. It is in 7, okay? Chapter 3. Keep reading. Enough. Please focus on verse 10. 10-ാം വാക്യം ദയവായി ശ്രദ്ധിക്കുക. This is a message for the church in Philadelphia ഫിലഡൽഫിയയിലുള്ള സഭയ്ക്കുള്ള ദൂതാണ്. of the first century. 1-ാം നൂറ്റാണ്ടിൽ. But the Lord has been speaking to me from this for a long time. അനേക നാളുകളായി ഈ വചനത്തിൽ കൂടി കർത്താവിനോട് Verse സംസാരിച്ചു. 10 says, because you have kept the word of my patience, I also will keep you from the hour of temptation. Now listen, this is very important for these times, which shall come upon the entire world, to try them that dwell upon the earth. ആമേൻ. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. Hallelujah. Praise the So Lord. church, God's security is on you. ദൈവസഭയെ ദൈവമക്കളെ നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ സുരക്ഷിതത്വം But now ഉണ്ട്. I'm going to tell you something which is not so good. അത്ര നല്ലല്ലാത്തൊരു കാര്യം പറയാം. This morning, if there are people who was listening to me, or even later when they listen to the recording of this message, I want to tell them in love, God's anger can be unleashed to an unrepentant world. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവരും ഭാവിയിൽ ഇന്റർനെറ്റിൽ കൂടെ ഈ സന്ദേശം കേൾക്കുന്നവരോടും ഞാൻ ഇന്ന് പൽക്കാലം വിളിച്ചു പറയട്ടെ, ദൈവത്തിന്റെ കോപം അനുദപിക്കാത്ത, ദൈവത്തെ മറുത്തു കളയുന്ന ഒരു ലോകത്തിന്റെ മേൽ സ്വതന്ത്രമാക്കപ്പെടാൻ സാധ്യതയുണ്ട്. I don't want to say this, but I have to say this. ഞാൻ മനഃപൂർവ്വമായിട്ട് പറയാൻ ആഗ്രഹം ഉണ്ടായിട്ട് പറയുകയല്ല, എനിക്ക് പറഞ്ഞേ പറ്റൂ. After World War II, 2-ാം ലോകമഹായുദ്ധത്തിന് ശേഷം the United States of America shot into prominence. അല്ലെങ്കിൽ അമേരിക്കൻ ഐക്യനാടുകൾ ഉയർച്ചയിലേക്ക് വന്നു. God lifted her up. കർത്താവ് ഈ രാജ്യത്തെ ഉയർത്തി. She became a superpower. താൻ ഒരു സൂപ്പർ പവർ ആയി തീർന്നു. And God used this nation, lifted up this nation to send the gospel all over the world. ദൈവമേ, ദേശത്തെ ഉയർത്തേണ്ട ഒരേ ഒരു ലക്ഷ്യം ഈ ദേശത്ത് സുവിശേഷ ലോകത്തിന്റെ 5 വൻകരകളിലേക്ക് പോകാൻ മാത്രം. Before the United States of America, that privilege belonged to the United Kingdoms.
അമേരിക്കൻ ഐക്യനാടുകൾ ആ പദവിയിൽ വരുന്നതിന് മുമ്പ് അതിനുള്ള പദവി ലഭിച്ചത് യുണൈറ്റഡ് കിങ്ഡം ബ്രിട്ടീഷ് എംപയറിനാണ്. At one time, ഒരു സമയത്ത് it was said that the sun would never set in the British Empire. അല്ലല്ല, ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ പറ്റി ഒരു കാലത്ത് ഇങ്ങനെ പറഞ്ഞിരുന്നു, സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം. But today, that is not her situation. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. If you look into history, ചരിത്രം പഠിച്ചാൽ whoever has denied the Lord Jesus Christ, ആര് യേശുക്രിസ്തുവിനെ നിഷേധിച്ചു. now I'm going to say something which you may not agree, but I have to tell you, whoever has stood against Israel, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇസ്രായേലിനെതിരെ ആരൊക്കെ നിന്നോ God has not taken it very serious, has not taken it lightly. അതിനെ ദൈവം നിസ്സാരമായി കരുതിയിട്ടില്ല. Okay, I know we are in the new covenant. എനിക്കറിയാം നമ്മൾ പുതിയ നിയമത്തിലാണ്. The Bible tells us, എന്നാൽ വചനം ഇങ്ങനെ പറയുന്നു, pray for the peace of Jerusalem. യെരൂശലേമിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിപ്പീൻ. When you stand with people who are warring against Israel, ഇസ്രായേലിന് എതിരെ നിൽക്കുന്നവരുടെ കൂടെ നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ God doesn't like it. അത് ദൈവത്തിന് ഇഷ്ടമല്ല. I don't know what the political scenario is about. I don't care, but I am concerned about the scenario in heaven all the time. ആമേൻ. രാഷ്ട്രീയമായിട്ടുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്, സ്വർഗത്തിലെ താല്പര്യങ്ങളാണ് ഞാൻ പറയുന്നത്. You know, in the new covenant times, പുതിയ നിയമ കാലഘട്ടത്തിൽ in 1966 or 1965, there was a short war which Israel had to go through. 1967 ഒരു ചെറിയ യുദ്ധം Thank you, brother. ഇസ്രായേലിനുണ്ടായി. 6-day war. ഹല്ലേലൂയ. 6 ദിവസത്തെ യുദ്ധം. Who won the war? ആരാ യുദ്ധത്തിൽ ജയിച്ചത്? God won the war for Israel even in New Testament times. പുതിയ നിയമ കാലഘട്ടത്തിൽ പോലും തമ്പുരാൻ സ്വർഗത്തിൽ നിന്ന് ഇസ്രായേലിന് വേണ്ടി ആ യുദ്ധം ജയിച്ചു. God is still concerned about his people. ദൈവത്തിന് ഇപ്പോഴും തന്റെ മക്കളെ പറ്റി കരുതലുണ്ട്. Oh yes, the promises in Abraham has not gone astray. ആമേൻ. അബ്രഹാമിനുള്ള വാഗ്ദത്തം ഇതുവരെ തീർന്നു പോയിട്ടില്ല. We have been brought into the commonwealth of Israel spiritually. We are the true Israel according to the scriptures. ആമേൻ. നമ്മളെ ദൈവം കാട്ടൊലിവായ നമ്മളെ നല്ല ഒരുവരത്തോട് ചേർത്ത് ഒട്ടിച്ചതാണ്. നമ്മളാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ സത്യ ഇസ്രായേൽ. That does not mean that we look down on the people of God. അതുകൊണ്ട് നമ്മൾ ദൈവജനത്തെ താഴ്ത്തി കാണണമെന്നില്ല. Hallelujah. That is what the reason why God had brought a Judeo-Christian basis for the United States of America. അതുകൊണ്ടാണ് ഒരു യഹൂദ്യ ക്രിസ്തീയ പശ്ചാത്തലം അടിസ്ഥാനം ഈ ദേശത്ത് ദൈവം ഇട്ടത്. Are you with me, people of God? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? Don't look down on the old covenant people. പഴയ നിയമത്തിലുള്ളവരെ നമ്മൾ താഴ്ത്തി കാണേണ്ട കാര്യമില്ല. You don't have to get converted to becoming a Jew. No. നമ്മൾ യഹൂദന്മാരായി മാറണമെന്നല്ല. You don't have to cut the ox and bullock every year. Don't do all that stuff. ഓരോ ആണ്ടിലെ കാളയറുത്ത് യാഗം കഴിക്കണമെന്നല്ല പറഞ്ഞു. We are in a better spiritual position than they are. നമ്മൾ അവരെക്കാൾ നല്ല ഉടമ്പടിയിൽ സ്വർഗ്ഗസ്ഥലങ്ങളിലായിരിക്കും. But we do not stand with the enemies of Jerusalem, Israel. എന്നാൽ നമ്മൾ യെരൂശലേമിന്റെ ഇസ്രായേലിന്റെ ശത്രുക്കളോട് അനുകൂലപ്പെട്ട് Jesus Christ is going to come back in Jerusalem. യേശു കർത്താവ് മടങ്ങി വരാൻ പോകുന്ന He's ജെറുസലേമിലാണ്. not going to come to New York or Philadelphia. ന്യൂയോർക്കിലും ഫിലഡൽഫിയിലും അല്ല യേശു മടങ്ങി And വരുന്നത്. definitely not going to come to Kerala. Praise the Lord. നിശ്ചയമായിട്ട് കേരളത്തിലും അല്ല വരുന്നത്. He is going to come to Jerusalem. ജെറുസലേമിൽ യേശു വരും. And we are called to pray for the peace of Jerusalem. യെരൂശലേമിന്റെ സമാധാനത്തെ പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മോട് Now പറയുന്നു. we know the truth. നമുക്ക് സത്യം We അറിയാം. preach the truth. നമ്മൾ സത്യം പറയും. We tell the people നമ്മൾ ആളുകളോട് പറയും this is the way you should be. ഇങ്ങനെ ആയിരിക്കണം എന്ന് പറയും. But when people disobey, എന്നാൽ ആളുകൾ അനുസരണക്കേട് കാണിക്കും. maybe some of you should have this copy. I don't want to, Pastor, with your permission, can I take a copy of this and give to everyone? Yes, thank you. ഹല്ലേലൂയ. It's simply written, days of crisis are ahead. ആമേൻ. മുന്നിൽ ബുദ്ധിമുട്ടിന്റെ പ്രതികൂലത്തിന്റെ കാലഘട്ടം ഉണ്ടെന്നാണ് It പറയുന്നത്. also says days of the supernatural are very much there for the church. ഹല്ലേലൂയ. അഭൗമിക ആ. ദൈവത്തിന്റെ കാര്യങ്ങൾ അധികം ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി സഭയിൽ വർദ്ധിക്കാൻ പോവുകയാണ് എന്ന് കൂടി. I'm just going to give you a song that was prophesied on October 24, 2013 in the spirit. ആമേൻ. ഒക്ടോബർ 24 തീയതി പരിശുദ്ധാത്മാവ് നൽകപ്പെട്ട ഒരു ഗാനം ഞാൻ പാടാൻ Take പോകുന്നു. it well in prayer. പ്രാർത്ഥനയോടെ ഇതിനെ സ്വീകരിക്കണം. There's a fire burning, എന്നിൽ ഒരു തീ കത്തുന്നുണ്ട്. a refiner's fire. ശുദ്ധീകരിക്കുന്ന തീ. It is a fuller's soap cleansing. അല്ലെ, അത് ശുദ്ധീകരിക്കുന്ന സോപ്പ് പോലെ കഴുകുന്ന ഒരു തീയാണ്. The fire will cleanse. ആ തീ ശുദ്ധീകരിക്കും. Days of fire. തീയുടെ നാളുകൾ. This is written as it was uttered by that man of God. Somebody has written it down. That's why it's coming like this. The fire of the Holy Spirit is burning and cleansing this nation. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ തീ ഈ ദേശത്തെ കരിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. The Lord says, I shall clean out New York. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, ഞാൻ ന്യൂയോർക്കിനെ ശുദ്ധീകരിക്കും. There shall be a move of my spirit. എന്റെ ആത്മാവിന്റെ ഒരു നീക്കം ഉണ്ടാകും. Now I don't want to say what's written there. ഹല്ലേലൂയ. It says, no, I don't want to say that. First a move of God. ആദ്യം ദൈവത്തിന്റെ ഒരു നീക്കം. There will be a move of God in New York. ന്യൂയോർക്കിൽ ദൈവത്തിന്റെ ഒരു പ്രവർത്തനം ഉണ്ടാകും. You and I pray that many will accept the Lord Jesus Christ when the move is there. ഓ, ഈ ദൈവപ്രവൃത്തി അവിടെ നടക്കുമ്പോൾ അനേകർ യേശുവിനെ സ്വീകരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം. If they don't, അങ്ങനെ ചെയ്തില്ലെങ്കിൽ, I'm not saying anything with my mouth. എന്റെ വായ കൊണ്ടൊന്നും ഞാൻ പറയുന്നില്ല.
It says something about bad about New York. I don't want to say that. ന്യൂയോർക്കിനെ പറ്റി മോശമായ ചില കാര്യം പറയാൻ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. And then it says about San Francisco. സാൻ ഫ്രാൻസിസ്കോയെ പറ്റി പറയുന്നു. I don't want to say anything about it. ഞാൻ ഒരു അഭിപ്രായം പറയുന്നില്ല. But one thing it says, this is the time it comes to pass. എന്നാൽ ഇത് നടക്കേണ്ടുന്ന സമയമാണ്, ഇത് നടക്കുമെന്ന് പറയുന്നു. Now it says, I thank the Lord. I'm going to read it out happily. I will burn out the abomination of homosexuality. ഹല്ലേലൂയ. അതെ, സ്വവർഗരതിയുടെ ആ മ്ലേച്ഛതയെ ഞാൻ മാറ്റും. I will burn out the abomination of abortion. ഹല്ലേലൂയ. അതെ, ശിശുഹത്യ നടത്തുന്ന അബോർഷന്റെ ആ പ്രക്രിയയെ ഞാൻ തുടച്ചു മാറ്റും. Those that have supported it, they shall be burned out. ഹല്ലേലൂയ. ഇതിനു വേണ്ടി നിന്നവർ, ഇതിന് കൈത്താങ്ങൽ കൊടുത്തവരും എരിയും. Fires are burning. ഹല്ലേലൂയ. തീ കത്തിക്കൊണ്ടിരിക്കുന്നു. Hear my voice. എന്റെ ശബ്ദം കേൾക്കുക. In the midst of these fires, even in the natural, shall be my Holy Spirit fire burning. ആമേൻ. ഈ ന്യായവിധിയുടെ തീ കത്തുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന്റെ തീയും കത്തും. In the spiritual, Holy Spirit fires will be burning bright. ഹല്ലേലൂയ. ആത്മീയ തലത്തിൽ പരിശുദ്ധാത്മാവിന്റെ തീ മനോഹരമായി കത്തി ജ്വലിക്കും. You will have need of nothing, for I will take care of you. നിങ്ങൾക്ക് പ്രത്യേകത ഒന്നും ആവശ്യമില്ല, നമ്മുടെ കർത്താവ് നമ്മളെ കാക്കും. Don't worry. നിങ്ങൾ വിചാരപ്പെടണ്ട, Do not fear. ഭയപ്പെടണ്ട. But you should know these things so that you won't be surprised when things begin to happen around you. ഇത് മുന്നമേ നിങ്ങളെ അറിയിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾ പരിഭ്രമിക്കാതിരിക്കാനാ. The die has been cast and there is no turning back. ഹല്ലേലൂയ. It has already been set. Things ആമേൻ. have, കാര്യങ്ങളെല്ലാം അത് തീരുമാനിക്കപ്പെട്ട് God കഴിഞ്ഞു. has already planned these things. ഇതെല്ലാം നിശ്ചയിക്കപ്പെട്ട There is കാര്യമാണ്. no turning back. ഒന്നും അതിന് മാറ്റമില്ല. 3 months ago, 4 months ago, I was alone with the Lord for a couple of days. രണ്ട് മൂന്ന് മാസത്തിന് മുമ്പേ കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ തന്നെ അല്പസമയം ഇരുന്നു. I said, Lord, let America be restored and let peace come back and let the days of plenty come back to the US. God said, don't ask me that. Don't ask me that. He was firm there. I tried to pray like Abraham prayed. This is what everything about my children will be fine. It was as though he won't take any more prayers. And I see the same thing written there. The die has been cast. 1.5 years ago, some of you go into a phone line, Malayalam phone line in Boston. A servant of God who was ministering there saw a vision like this. Many people were leaving the United States of America. There were no flights to take them. People were waiting in airports. You know, many people have come to America seeing the beauty, so-called beauty of America. Such people will be disappointed. And see, all these things, different pieces are all coming together. But God also says in the same prophecy, there are going to be places of refuge. Yes, I got my places of refuge. Philadelphia, you are my refuge. The angels are protecting Philadelphia, my city of refuge. എന്റെ സങ്കേതപട്ടണമായ ഫിലഡൽഫിയ എന്റെ ദൂതന്മാർ പ്രൊട്ടക്ട് ചെയ്യുമെന്ന് കർത്താവ് പറയുന്നു. I have other cities and towns of refuge. മറ്റ് സങ്കേതപട്ടണങ്ങളും ഞാൻ ഒരുക്കിയിട്ടുണ്ട്. But in some of them, there will be those on fire for their abominations and for their rage against me. എന്നാൽ അങ്ങനെയുള്ള ചില ഇടങ്ങളിൽ എന്റെ പ്രക്രിയകൾക്ക്, എന്റെ നിയമങ്ങൾക്ക് എതിരെ It keeps on saying so many things. I don't want to say that. But one thing, this is the reason I told you. Let me tell about Philadelphia. Okay? Some time ago, there was a natural disaster. Was it last year? The floods came all around. It didn't touch Philadelphia, a large part of Philadelphia. We were at that time watching and praying. It came somewhere near the border and then went away. Even today, I tell you, God is interested in sifting, purifying the nation for His people. Who were the original inhabitants of the US? As far as history tells us, can we call them Red Indians now? American Indians, right? American Indians, as far as we know in history, they are the ones who really were inhabitants.
But I want to tell you, God removed their authority in the land. Who did God give it to? There were people who were cast out of the Church of England, Puritans. They came and settled. They were the early settlers, so to speak, of a refined and cultured race, so to speak, in America. വേണ്ടി നിന്നതുകൊണ്ട് അവിടെ നിന്ന് തുടച്ചു മാറ്റപ്പെട്ട ഒരു കൂട്ടം ആളുകൾക്ക് കർത്താവ് ഈ ദേശം കൊടുത്തു. They wanted religious freedom. അവർക്ക് മതസ്വാതന്ത്ര്യം They ആവശ്യമുണ്ടായിരുന്നു. said, we will not compromise on the word of God. അവർ ദൈവവചനത്തിന് മുമ്പായിട്ട് ഞങ്ങൾ അതിന്റെ മുമ്പിൽ ഞങ്ങൾ അതിനു വേണ്ടി നിൽക്കും. They were cast out. അവരെ പുറന്തള്ളി. And they came to the US. അവർ അമേരിക്കയിൽ വന്നു. And the foundation of this new world which we are now in is based on the word of God. അമേരിക്കയാകുന്ന ഈ പുതിയ ലോകത്തിന്റെ അടിസ്ഥാനം ദൈവവചനത്തിലാണ്. And then again in the 1960s, 1960കളിൽ we begin to see in history immigrants coming from the Asian side. ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് ദേശത്തേക്ക് ഇമിഗ്രൻസ് വന്നു. There have been all kinds of immigrants from all over the world. ലോകത്തിൽ എല്ലായിടത്തു നിന്നുള്ള കുടിയേറ്റക്കാർ. God's plan was that one nation under God, many nations serving God, different color, different whatever it is, they would all worship God. That is the reason this nation was lifted up. ആമേൻ. ദൈവം ദേശത്തെ ഉയർത്തുന്നതിന്റെ ഒരേ ഒരു ലക്ഷ്യം എന്തെന്ന് വെച്ചാൽ ഒരു ദേശം കർത്താവിന്റെ കൊടി കീഴിൽ വിവിധ ദേശക്കാരും ഭാഷക്കാരും ഗോത്രക്കാരും എല്ലാവരും ഒരു ദേശത്തിൽ ഒന്നിച്ചു വന്ന് ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാനാണ് ദൈവം അമേരിക്കയെ നിർത്തിയത്. And God raised up the European world to be leaders in that. അതിൽ നേതാക്കന്മാരാകുവാൻ യൂറോപ്പിലെ ദേശങ്ങളെ കർത്താവ് ഉയർത്തി. And then the Asians were invited in. അതിലേക്ക് ഏഷ്യയിൽ നിന്ന് ആളുകൾ വന്നു. Somewhere along the way, capitalism, love for money, love for power, love for world domination crept into the nation. എന്നാൽ ഇതിന്റെ ഇടയിൽ പണത്തോടുള്ള ആർത്തി, അതെ മറ്റ് ദൈവികമല്ലാത്ത കാര്യങ്ങളോടുള്ള അതിനോടുള്ള കാര്യങ്ങൾ ദേശത്തേക്ക് കടന്നു വന്നു. And God was dishonored. ദൈവത്തിന് അർഹിക്കുന്ന ബഹുമാനം ആളുകൾ കൊടുത്തില്ല. But God will not give up. എന്നാൽ ദൈവം വിട്ടുകൊടുക്കത്തില്ല. I know in the United States there is a remnant. എനിക്കറിയാം അമേരിക്കയിൽ ഒരു ശേഷിപ്പുണ്ട്. Not only in Philadelphia, ഫിലഡൽഫിയയിൽ മാത്രമല്ല, in every state. എല്ലാ Those സംസ്ഥാനങ്ങളിലും who seriously look up to God, ദൈവത്തെ മാത്രം അന്വേഷിക്കുന്നവർ, God is concerned about them. അവരെ പറ്റി കരുതലുണ്ട്. God is faithful to them. അവർക്ക് വേണ്ടി ദൈവം വിശ്വസ്തനായിരിക്കും. And God loves them. ദൈവം അവരെ സ്നേഹിക്കുന്നു. We also belong to that remnant. നമ്മളും ആ ശേഷിപ്പിന്റെ ഭാഗമാണ്. If you remember clearly, I have never preached any denomination in this church. നിങ്ങൾക്കറിയാം, ഞാൻ ഇവിടെ ഒരു പ്രത്യേക സംഘടനയെ പറ്റി ഇവിടെ പ്രസംഗിച്ചിട്ടില്ല. What is our testimony as a church? സഭ എന്നുള്ള നമ്മുടെ സാക്ഷ്യം എന്താണ്? Revelation chapter 3. Revelation 3. Please read what it is written. അത് എഴുതിയിരിക്കുന്നത് വായിക്കുക. What are the qualifications of the church in Philadelphia? ഫിലഡൽഫിയ സഭയുടെ യോഗ്യതകൾ എന്തൊക്കെയാണ്? You have a little strength. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. A little strength. അല്പം ശക്തി. And you have kept my word. നീ എന്റെ വചനം കാത്തു. And you have not denied my name. എന്റെ നാമം നീ നിഷേധിച്ചില്ല. This is the characteristic of the church of God. ദൈവത്തിന്റെ സഭയുടെ സ്വഭാവം ഇതാണ്. You have little strength. അല്പശക്തിയുണ്ട്. You know what it means? അതിന്റെ അർത്ഥം എന്താ? It means that your strength is in me. That's as simple as that. അതിന്റെ അർത്ഥം നിങ്ങളുടെ സ്വന്തം ശക്തിയല്ല, നിങ്ങളുടെ ശക്തി ഞാനാ. Look at this church. ഈ സഭയെ നോക്കുക. What do we have to boast? നമുക്ക് എന്തെങ്കിലും പുകഴാനുണ്ടോ? Nothing. ഒന്നുമില്ല. In fact, people who don't like us, they say it is like a fox's kurukande. What is that? A fox's something. If somebody gives it a push, everything will fall down. അതെ, നമ്മുടെ ഇഷ്ടമില്ലാത്ത പറയുന്നത് ഒരു കുറുക്കൻ കേറിയാൽ ഇടിഞ്ഞു വീഴുന്ന മതില. Foxes? Oh, okay, that's right. Somebody gives it a little gentle push. That's what people think. ഹല്ലേലൂയ. കുറുക്കൻ കേറിയാൽ ഇടിഞ്ഞു വീഴുന്ന ഒരു മതിൽ പോലെ. That's what people look at us and say, because in their eyes we have nothing to boast of. കാരണം അവരുടെ ദൃഷ്ടിയിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഒന്നുമല്ല. Hallelujah. സ്തോത്രം. But they don't know there is somebody, the Almighty, residing right here. ആമേൻ. എന്നാൽ അവർക്ക് ഇത് അറിയത്തില്ല, സർവശക്തനായ ദൈവം നിവസിക്കുന്ന സ്ഥലമാണ് എന്ന് അവർക്ക് അറിയത്തില്ല. Look at Israel. ഇസ്രായേലിനെ നോക്കുക. Israel is smaller than the state of Kerala. ഹല്ലേലൂയ. കേരളത്തെക്കാൾ ചെറിയൊരു ദേശമാണ് ഇസ്രായേൽ. Maybe half of Kerala, the state of India where I come from. ആമേൻ. നമ്മളായിരിക്കും കേരളത്തിന്റെ പകുതിയെ കാണത്തുള്ളൂ. But look at the way God has sustained Israel. എന്നാൽ ഇസ്രായേലിനെ ദൈവം സൂക്ഷിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? Hallelujah. Hallelujah. When Israel was nothing, ഇസ്രായേൽ ഒന്നുമല്ലാതിരുന്നപ്പോൾ, when in the 1500s when Martin Luther spoke of Israel, 1500കളിൽ മാർട്ടിൻ ലൂതർ ഇസ്രായേലിനെ പറ്റി പറഞ്ഞു. in his theology he does not even acknowledge or recognize that a nation of Israel. അദ്ദേഹത്തിന്റെ തിയോളജിയിൽ ഇസ്രായേൽ എന്ന രാജ്യത്തെ അദ്ദേഹം അംഗീകരിക്കുക പോലും ചെയ്തില്ല. After that time in the 1940s, എന്നാൽ 1940ൽ suddenly the nation of Israel came back.
പെട്ടെന്ന് ഇസ്രായേൽ എന്ന രാജ്യം സ്ഥാപിക്കപ്പെട്ടു. God needs only little. ദൈവത്തിന് അല്പം മതി. God is not impressed with our ability or talent Hallelujah. or all these things. God doesn't look at these. He says, trust in me. I am your everything. ആമേൻ, ആമേൻ. നമ്മുടെ കഴിവോ നമ്മുടെ യോഗ്യതയോ ഒന്നും ദൈവത്തിന് ആവശ്യമില്ല. ദൈവത്തിന് പറയുന്ന ഇതാണ്, എന്നിൽ വിശ്വസിക്കുക, ഞാൻ എൻ്റെ മഹത്വം നിന്നെ കൂടെ I വെളിപ്പെടുത്തും. am going to give you my strength. എന്റെ ശക്തി ഞാൻ നിനക്ക് തരും. I don't want your strength. നിന്റെ ശക്തി എനിക്ക് വേണ്ട. Hallelujah. I'll give you more of mine. എന്നെ അധികമായിട്ട് തരാം. That makes me go every day. അതുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. I say, Lord, more of your strength. കർത്താവേ, അങ്ങയുടെ ശക്തി More of you, more of you, more of you. അങ്ങേ അധികമായി തരണമേ. What is the second quality of the church of Philadelphia? ഫിലഡൽഫിയ സഭയുടെ രണ്ടാമത്തെ യോഗ്യത എന്താണ്? They have a very little strength. They have not denied the word of God. അവർ ദൈവത്തിന്റെ വചനം കാത്തു. Church, many people today, they take the word of God and do what they like. അവരുടെ ഇഷ്ടപ്രകാരം ദൈവവചനത്തെ പലരും ഉപയോഗിക്കും. We are called to submit to the word of God ദൈവവചനത്തെ കീഴ്പ്പെടാൻ ദൈവം നമ്മളെ and വിളിച്ചു. to obey the word of God. ദൈവവചനത്തെ അനുസരിക്കാൻ There വിളിച്ചു. are many doctrinarians and theologians today who think they know everything about the Bible, but they don't obey the Lord or follow the Lord. അനേക ഉപദേഷ്ടാക്കന്മാരും തിയോളജിയൻസും ഉണ്ട്. അവർ ചിന്തിക്കുന്നു ദൈവവചനത്തെ പറ്റി അവർക്ക് എല്ലാം അറിയാം, എന്നാൽ അവർ ദൈവവചനത്തെ അനുസരിക്കാൻ I have some exciting news for you. നിങ്ങൾക്ക് തരാൻ ഉത്സാഹമുള്ള You don't have to be a doctrinarian to go to heaven. നിങ്ങൾ വലിയൊരു ഉപദേഷ്ടാവാകേണ്ട കാര്യമില്ല സ്വർഗ്ഗത്തിൽ പോകാൻ. All that you need is to trust in the Lord. നിങ്ങൾ യേശുവിൽ ആശ്രയിച്ചാൽ മാത്രം And മതി. of course, we need the right doctrine. ശരിയായ ഉപദേശം ആവശ്യമാണ്. But the right doctrine is always preached in love. എന്നാൽ ശരിയായ ഉപദേശം സ്നേഹത്തിലാണ് ശുശ്രൂഷിക്കുന്നത്. And we hold on to the word of God. നമ്മൾ ദൈവവചനത്തെ പിടിക്കുക. How many of you love the word of God? എത്ര പേർക്ക് ദൈവവചനം ഇഷ്ടമാണ്? How many of you? Last week we had a wonderful message from the Spirit. കഴിഞ്ഞ ആഴ്ച പരിശുദ്ധാത്മാവിൽ നമുക്കൊരു നല്ല സന്ദേശം കിട്ടി. The Lord used Pastor Heflin. He spoke out and said, why will you not seek me early? How many of you remember that? ആമേൻ. കർത്താവിന്റെ ദാസൻ ഹെഫ്ലിൻ പാസ്റ്റർ കൂടെ ദൈവാത്മാവ് നമ്മൾ ഇങ്ങനെ ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ അധികാലത്ത് എന്നെ അന്വേഷിക്കുകയില്ല? How many of you decided to wake up early morning to pray after that? എത്ര പേര് ഈ Lift your hands. ഈ സന്ദേശം കേട്ട ശേഷം The Lord loves to see obedience in the church. ദൈവം അനുസരണം കാണാൻ ആഗ്രഹിക്കുക. That is what He's looking for. അതാണ് ദൈവം നോക്കുന്നത്. Some of you were working overnight and all that. That is fine. You find your own time with the Lord. ആമേൻ. രാത്രി ജോലി ചെയ്യുന്നവരുണ്ട്. അങ്ങനെയുള്ളവർ അവരവരുടെ സമയങ്ങൾ കണ്ടെത്തണം. But when in the New Covenant church, when the Lord gives a word, we immediately obey. ആമേൻ. എന്നാൽ പുതിയ നിയമസഭ ദൈവം തരുന്ന വചനത്തെ പെട്ടെന്ന് അനുസരിക്കും. By the way, that is the first commandment of this church. Seek the Lord early. ആമേൻ. ഈ സഭയുടെ ഒന്നാമത്തെ കൽപ്പനയാണ് അധികാലത്തെ കർത്താവിനെ അന്വേഷിക്കുക. Okay, maybe 4 o'clock, 5 o'clock. The first thing that you need to do in a morning is not to turn around and ask for tea or curse somebody, but to get up and praise the Lord. Thank you for another day. I love you, my Jesus. That's the way we started. Praise the Lord. നമ്മുടെ ദിവസം തുടങ്ങുന്നത് ചായ കുടിച്ചോ കാപ്പി കുടിച്ചോ അല്ല, കർത്താവേ വേറൊരു ദിവസം തന്നതിനായിട്ട് നന്ദി എന്ന് പറഞ്ഞ് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ആരംഭിക്കണം. Church, how many of you like to take it as a commandment? എത്ര പേർക്ക് ഇതിനെ കൽപ്പനയായി സ്വീകരിക്കാൻ ഇഷ്ടമുണ്ട്? First thing in the morning. ഒന്നാമത്തെ കാര്യം, Can you get up 15 minutes early than usual? സാധാരണ എഴുന്നേൽക്കുന്നതിനൊക്കെ 15 മിനിറ്റ് മുമ്പേ And എഴുന്നേൽക്കണം. just say, Lord, I just thank you for what you are and what I am. Thank you. കർത്താവേ അങ്ങ് എന്തായിരിക്കുന്നു അതിനായിട്ട് നന്ദി പറയുന്നു, ഞാൻ എന്തായിരിക്കുന്നു അതിനായിട്ട് നന്ദി പറയുന്നു. But we are called to rise up early so that we may know the things to come. ആമേൻ. നേരത്തെ എഴുന്നേൽക്കാൻ പറയുന്നത് ഭാവിയിൽ വരാനുള്ള കാര്യം ദൈവത്തിന് നമ്മളെ അറിയിക്കാൻ. In this prophecy, ഈ പ്രവചനത്തിൽ the Lord says, കർത്താവ് പറയുന്നു, my church is busy. ആമേൻ. എന്റെ സഭ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുക. I want you to get up early and seek my face. അധികാലത്ത് എഴുന്നേറ്റ് നിങ്ങൾ എന്റെ മുഖം അന്വേഷിക്കണം. Remember Revelations 4:1? I told you last week, I preached last week and said, come up and I shall show you things to happen. ആമേൻ. വെളിപ്പാട് 4:1 നമ്മൾ വായിച്ചു കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞു, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിക്കാം. Not only 1 or 2 or 3 of us, but God wants all of you to be prophets and prophesying. ആമേൻ. നമ്മൾ 1 2 3 പേരല്ല, ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും ദൈവത്തിന്റെ പ്രവാചകന്മാരും പ്രവാചകിമാരും ആകാൻ ദൈവം ആഗ്രഹിക്കുന്നു. Last Friday we had a wonderful time. How many of you were there last Friday? കഴിഞ്ഞ വെള്ളിയാഴ്ച നമുക്ക് നല്ലൊരു സമയം കർത്താവ് എത്ര പേര് ഇവിടെ ഉണ്ടായിരുന്നു? So ആമേൻ. awesome. വളരെ മനോഹരമായ സമയം. Flowing in the I need not say that. Somebody else should tell you. ആമേൻ. ഞാനായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. People were prophesying. ആളുകൾ പ്രവചിച്ചു. People were just simply filled with the Holy Spirit and they were on fire. പരിശുദ്ധാത്മാവിനാൽ ജനം നിറയപ്പെട്ടു, അവർ കത്തി. We are moving into the prophetic. നമ്മൾ പ്രവചനിക്കുക. Not only 1 or 2 of us, all of us. 1 2 പേരല്ല, എല്ലാവരും. It is possible when you submit to the word of God. ദൈവ വചനത്തിന് നമ്മൾ കീഴടങ്ങുമ്പോഴാണ് അത് സാധിക്കുന്നത്. What does the word say about a situation? ഈ സാഹചര്യത്തെ പറ്റി ദൈവവചനം എന്ത് പറയുന്നു? And look at the third qualification of a church. സഭയുടെ മൂന്നാമത്തെ യോഗ്യത, You have not, denied my name. നീ എൻ്റെ നാമം നിഷേധിച്ചില്ല. You have not denied my name. ഹല്ലേലൂയ. നിങ്ങൾ എൻ്റെ നാമത്തെ നിഷേധിച്ചിട്ടില്ല. Children, I'll be asking you these 3 points to any of you. കുഞ്ഞുങ്ങളോട് ഞാൻ ഇത് 3 കാര്യങ്ങൾ ചോദിക്കും. Don't talk, listen. സംസാരിക്കുക, ശ്രദ്ധിക്കണം. You have not denied by name. നിങ്ങൾ എൻ്റെ നാമത്തെ നിഷേധിച്ചില്ല. Number 1,
we ഒന്നാമത് are going to find out how we are likely to deny the name of Jesus. യേശുവിന്റെ നാമം നമ്മൾ നിഷേധിക്കാൻ സാധ്യതയുള്ളത് എങ്ങനെയാണെന്ന് How do പറയാം. we deny the name of Jesus? നമ്മൾ എങ്ങനെ ചെയ്യും? Number one, what is the name of Jesus? എന്താണ് യേശുവിന്റെ നാമം? What is the name of God? എന്താണ് ദൈവത്തിന്റെ പേര്? What do you mean by that? അതിന്റെ അർത്ഥം എന്താണ്? Anybody? Praise God. ആമേൻ. The name of God stands for His character, and the name of God stands for His authority. ദൈവത്തിന്റെ നാമം ദൈവത്തിന്റെ സ്വഭാവത്തിനും ദൈവത്തിന്റെ അധികാരത്തെയും കാണിക്കുന്നു. If you should not deny the name of God, ദൈവത്തിന്റെ നാമത്തെ നമ്മൾ we നിഷേധിച്ചു submit to the authority of God. ദൈവത്തിന്റെ അധികാരം നമ്മൾ കീഴ്പ്പെടണം. We submit to the government of God. ദൈവത്തിന്റെ ഗവൺമെന്റ് നമ്മൾ കീഴ്പ്പെടണം. In a family, the husband and wife are called to submit to the government of God. ഒരു കുടുംബത്തിൽ ഭർത്താവും ഭാര്യയും ദൈവിക അധികാരത്തിന് കീഴ്പ്പെടണം. If there is a difference of opinion, അവർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ a Christian couple do not settle it between themselves. ഒരു ക്രിസ്തീയ ദമ്പതിമാർ അവർ അതിനെ പരിഹരിക്കത്തില്ല. They settle it with God. ദൈവസന്നിധിയിൽ അത് Those പരിഹരിക്കും. in agreement say an amen. അതിനോട് യോജിക്കുന്നവരാമേൻ If the പറഞ്ഞാൽ husband tries to settle it, ഭർത്താവ് അതിനെ പരിഹരിക്കാൻ that ശ്രമിച്ചാൽ becomes a husband-dominated family. അത് ഭർത്താവിന്റെ ഇഷ്ടപ്രകാരമുള്ള കുടുംബമായിരിക്കും. If the wife tries to settle it, ഭാര്യ അതിനെ it പരിഹരിച്ചാൽ becomes a wife-dominated family. ഭാര്യ ഭരിക്കുന്ന ഒരു കുടുംബമായിരിക്കും. If you let the Lord dominate it, എന്നാൽ കർത്താവ് ആ കുടുംബത്തെ ഭരിച്ചാൽ which means the husband and wife goes to the Lord and asks His counsel about the matter, അതിന്റെ അർത്ഥം ഭർത്താവും ഭാര്യയും ദൈവസന്നിധിയിൽ പോയി ദൈവത്തിന്റെ ആലോചന ആ വിഷയത്തെ പറ്റി ചോദിക്കും. then you are submitting to the authority of God. അപ്പോഴാണ് ദൈവത്തിന്റെ വചനത്തെ കീഴടങ്ങാൻ That is a പറയുന്നത്. Christian family. അതാണ് ക്രിസ്തീയ കുടുംബം. Those in agreement say amen. അതിനോട് യോജിക്കുന്നവരാമേൻ This is one പറഞ്ഞാൽ way of not denying the name of Jesus. യേശുവിന്റെ നാമത്തെ നിഷേധിക്കാതിരിക്കുന്ന ഒരു Submitting to വഴിയാണ് the authority of God. ദൈവത്തിന്റെ അധികാരത്തിന് കീഴ്പ്പെടുക. And the next thing, അടുത്ത കാര്യം manifesting the character of God. ദൈവത്തിന്റെ സ്വഭാവം വെളിപ്പെടുത്തുക. Manifesting the character of God. ദൈവ സ്വഭാവം What വെളിപ്പെടുത്തുക. are the characteristics of God? എന്താണ് ദൈവത്തിന്റെ സ്വഭാവം? What is His character like? എന്തൊക്കെയാ ദൈവത്തിന്റെ സ്വഭാവം? Galatians 5:22. ആമേൻ. ഗലാത്യലേഖനം 5:22. Love, peace, joy, patience. We need to manifest these things. ഹല്ലേലൂയ. സ്നേഹം, സന്തോഷം, സമാധാനം തുടങ്ങിയ ദൈവത്തിന്റെ സ്വഭാവം നമ്മൾ പ്രകടിപ്പിക്കണം. We are called to manifest His name, not to deny His name. തന്റെ നാമത്തെ നിഷേധിക്കാനല്ല അതിനെ വെളിപ്പെടുത്താൻ ദൈവം നമ്മളെ When you are going through different situations of life, ജീവിതത്തിലെ വ്യത്യസ്തമായ God സാഹചര്യങ്ങൾ expects you to prophesy the name of Jesus into that situation. ആ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ യേശുവിന്റെ നാമം അവിടെ പ്രവചിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. That's what we are learning these days. അതാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിക്കുന്നത്. 3 things about the church, സഭയെ പറ്റി 3 കാര്യങ്ങൾ. the real church. യഥാർത്ഥ സഭ. Now, if you go down, താഴോട്ട് വായിച്ചാൽ verse 10, 10-ാം വാക്യം, verse 9, 9-ാം here is a promise for the true church of the Lord Jesus Christ. യഥാർത്ഥ സഭയ്ക്ക് ദൈവം ഒരു വാഗ്ദത്തം കൊടുക്കുക. Behold, I will make them of the synagogue of Satan, which say they are Jews and are not, but do lie. Behold, I will make them to come and worship before thy feet, and to know that I have loved thee. യഹൂദന്മാരല്ലാതിരിക്കെ യഹൂദരെന്ന് കളവായി പറയുന്ന ചിലരെ ഞാൻ സാത്താന്റെ പള്ളിയിൽ നിന്ന് വരുത്തും. അവർ നിന്റെ കാൽക്കൽ വന്ന് നമസ്കരിപ്പാനും ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന് അറിവാനും സംഗതി. That is a promise for the church of God. ദൈവത്തിന്റെ സഭയ്ക്ക് ദൈവം കൊടുക്കുന്ന വാഗ്ദത്തമാണ്. What is the promise? എന്താണ് വാഗ്ദത്തം? Some people ചിലർ who think that they are Jews, അവർ യഹൂദന്മാരാണെന്ന് അവരെ പറ്റി they ചിന്തിക്കും. think that they are holy people. അവരെ തന്നെ അവർ വിശുദ്ധരായി ചിന്തിക്കും. They think that they are all set to go to heaven. അവർ സ്വർഗ്ഗത്തിൽ പോകാൻ ഒരുങ്ങിയിരിക്കാൻ. But in reality, they do not know that they are going to hell. എന്നാൽ സത്യത്തിൽ അവർ ഇത് തിരിച്ചറിയുന്നില്ല, അവർ നരകത്തിൽ പോവാ. Such people, അങ്ങനെയുള്ളവർ I will bring and make them to worship at your feet. അങ്ങനെയുള്ളവർ കടന്നു വന്ന് നിന്റെ പാദത്തിൽ നമസ്കരിക്കാൻ ഇടയാക്കും. Not worship you, but worship me, but at your feet. ആമേൻ. നിന്നെ അല്ല അവർ ആരാധിക്കുന്നത്, ദൈവത്തെയാണ് ആരാധിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ കൂടെ ആരാധിക്കും. Who are the people who think that they are going to heaven when they are not going to heaven? സ്വർഗ്ഗത്തിൽ പോകാതിരിക്കെ സ്വർഗ്ഗത്തിൽ പോകുന്ന ചിന്തിക്കുന്നത് ആരാ? Any church that does not acknowledge Jesus Christ is the Lord of all has nothing of Jesus. ആമേൻ. യേശു ക്രിസ്തു സകലത്തിന്റെയും കർത്താവാണെന്ന് അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യാത്ത ഏത് സഭയും ദൈവത്തിന്റെ സഭയല്ല. If in a church the pastor thinks that he is the ultimate authority, I tell you, run away from that church. അല്ലെങ്കിൽ ഏതെങ്കിലും പാസ്റ്റർ ചിന്തിക്കുക ഞാനാണ് ഏറ്റവും വലിയ അധികാരി എന്ന് ചിന്തിച്ചാൽ ആ സഭയിൽ നിന്ന് ഓടി ഒളിച്ചോണം. Run away from man-made things. മനുഷ്യന്റെ സമ്പ്രദായങ്ങളിൽ നിന്ന് ഓടി ഒളിച്ചോണം. Any church that acknowledges the true authority of the Lord Jesus Christ is the church. കർത്താവ് യേശുക്രിസ്തുവിന്റെ യഥാർത്ഥ അധികാരത്തെ അംഗീകരിക്കാത്ത ഒന്നും ദൈവത്തിന്റെ സഭയല്ല. Though Jesus Christ reigning
church is the real church. യേശു കർത്താവിടെ വാഴുന്നുവോ അതാണ് യേശുവിന്റെ സഭ. Not having the name of Jesus in your in your worship. നമ്മുടെ ആരാധന യേശുവിന്റെ പേരുള്ളത് കൊണ്ടല്ല. Just because you read the Bible and pray doesn't mean that that is the church of the Lord Jesus Christ. വേദപുസ്തകം വായിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അത് ദൈവത്തിന്റെ സഭയാണെന്ന് അർത്ഥമില്ല. The Lord Jesus Christ decides things in his church. ദൈവത്തിന്റെ സഭയിൽ കർത്താവ് യേശുക്രിസ്തു എന്താ നടക്കേണ്ടതെന്ന് തീരുമാനിക്കും. Hallelujah. ആമേൻ. Anything less than that, അതിനെ കുറഞ്ഞതൊന്നും that is not acknowledged by God. ദൈവത്താൽ That അംഗീകരിക്കപ്പെടുന്നില്ല. is why many people will be shocked on that day. അതുകൊണ്ട് അനേകർ അന്ന് ആശ്ചര്യപ്പെടും. Matthew 7, 21, 22, 23 says, മത്തായി 7:21-22 many will say to me in that day, ആ ദിവസത്തിൽ അങ്ങനെ എന്നോട് ഒത്തിരി പേര് പറയും, Lord, we have prophesied in your name. കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു, We have done big things. നിനക്ക് വലിയ കാര്യങ്ങൾ നിങ്ങൾ We ചെയ്തു, have done so many things. ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. Jesus will tell them, I never knew you. You who practice lawlessness, depart from me. യേശു അവരോട് ഇങ്ങനെ തിരിഞ്ഞു പറയും, അധർമ്മ പ്രവൃത്തിക്കെതിരെ എന്നെ വിട്ടു പോകുകയും ഞാൻ നിന്നെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. Now, how are people able to prophesy? എങ്ങനെ ആളുകൾ പ്രവചിക്കുന്നു? How can people cast out demons? എങ്ങനെ ആളുകൾ ഭൂതത്തെ പുറത്താക്കും? Oh, they can do all these things. അവർക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റും. You can do all these things even without knowing the Lord Jesus Christ. യേശുവിനെ അറിയാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇത്. Hallelujah, church. Are you listening to me today? നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ സഭയെ? Don't be carried away by the gifts of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ കൊണ്ട് നിങ്ങൾ അതുകൊണ്ട് ഭ്രമിച്ചു Let പോകരുത്. me tell you a secret. ഞാൻ രഹസ്യം പറയാം. You can be with a powerfully anointed man of God and you can have his anointing rubbing off on you. ആമേൻ. ഒരു ശക്തനായ ദേവദാസന്റെ കൂടെ നിങ്ങൾ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അഭിഷേകം നിങ്ങളുടെ മേൽ പകരപ്പെട്ടിട്ടുണ്ട്. Because of that, the gifts of the Holy Spirit may work. അത് മുഖാന്തരമായി പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ പ്രവർത്തിക്കും. Do you know God personally? എന്നാൽ നിനക്ക് വ്യക്തിപരമായി യേശുവിനെ അറിയാമോ? You may be in a church where the anointing of worship is very high. അഭിഷേകം ആരാധനയുടെ അഭിഷേകം വളരെ ഉള്ള ഒരു സഭയിലായിരിക്കും നിങ്ങൾ. You may be in a church where God is always in the midst of her. എപ്പോഴും ആ സഭയിൽ യേശു വരുന്ന സഭയായിരിക്കും. Do you have a personal relationship with Jesus? എന്നാൽ നിനക്ക് യേശുവുമായി ഒരു വ്യക്തിപരമായ ബന്ധമുണ്ടോ? Church, how many of you are born again? Come on. എത്ര പേര് വീണ്ടും ജനിച്ചവരാ? Let's get it straight. നമുക്ക് നേരെ പറയാം. On that day, ആ ദിവസം you should not be disappointed. നിങ്ങൾ നിരാശപ്പെടരുത്. You should know him personally. നിങ്ങൾ വ്യക്തിപരമായി യേശുവിനെ അറിഞ്ഞിരിക്കണം. You must personally know him. I am speaking and preaching it out straight to you. You must take it. Children, you must be Hallelujah. born again. You must know Jesus personally. ഞാൻ നിർബന്ധമായിട്ടും വ്യക്തമായി നിങ്ങളോട് പറയുകയാണ്, യേശുമായി നിങ്ങൾക്ക് വ്യക്തിപരമായ ബന്ധം നിർബന്ധമായി വേണം. കുഞ്ഞുങ്ങളോടും വിളിച്ചു പറയാൻ നിങ്ങൾക്ക് യേശുമായി വ്യക്തിപരമായ ബന്ധം വേണം. I want to ask you again. ഞാൻ വീണ്ടും ചോദിക്കുക, How many of you have the boldness to say on the day of Jesus, yes, Lord, I have known you and you have known me? എത്ര പേർക്ക് യേശുവിന്റെ ദിവസത്തിൽ തങ്കെടുത്തോടെ ഇങ്ങനെ പറയാൻ പറ്റും, കർത്താവേ എനിക്ക് അങ്ങേ അറിയാം, അങ്ങേക്ക് എന്നെയും അറിയാമെന്ന് പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട്? If you don't have that confidence today, take your heart to Jesus, please. നിങ്ങൾക്ക് ആ ധൈര്യവും ഉറപ്പുമില്ലെങ്കിൽ ദയവായി നിങ്ങളുടെ ഹൃദയം യേശുവിന് ഇപ്പോൾ There കൈമാറണം. is only one place for people who do not know Jesus, that is hell. യേശുവിനെ അറിയാത്തവർക്ക് വേണ്ടി ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ, അതിന്റെ പേരാണ് നരകം. In that day, your tradition will not help you. ആ ദിവസം നിങ്ങളുടെ പാരമ്പര്യം നിങ്ങളെ Your രക്ഷിക്കത്തില്ല. family will not help you. നിങ്ങളുടെ കുടുംബം നിങ്ങളെ Your രക്ഷിക്കത്തില്ല. children will not help you. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളെ രക്ഷിക്കത്തില്ല. On the day of fire from God, only one person will help you. His name is Jesus. ആമേൻ. ദൈവത്തിന്റെ തീ സ്വർഗ്ഗത്തിൽ ഇറങ്ങി വരുന്ന ദിവസം മറ്റാർക്കും നിങ്ങളെ രക്ഷിക്കാൻ കഴിയത്തില്ല. ഒരു വ്യക്തി മാത്രമേ നിങ്ങളെ രക്ഷിക്കുകയുള്ളൂ, അത് നസറേയനായ യേശുക്രിസ്തു മാത്രമാണ്. I am scared. Sometimes I'm not scared personally, but I used to be. ചിലപ്പോൾ എനിക്ക് വരെ എനിക്ക് ഭയം തോന്നാറുണ്ട്. You know, I go to God on His coming, and Jesus says, "Who, Pastor? Who?" പാസ്റ്റർ, ഏത് പാസ്റ്റർ? I go, "Hi, Jesus. I'm Pastor Shiju. Hi, I'm getting into heaven." Supposing I stand there like that, the angel says, "Hold on." ചിന്തിക്കുക, ഞാൻ ഇങ്ങനെ സ്വർഗ്ഗത്തിലേക്ക് കയറി വരാം, കർത്താവേ ഞാൻ പാസ്റ്റർ ഷിജു വന്ന് ഓടി വരുമ്പോൾ ഏഞ്ചൽ പറയും, ദൂതൻ പറയും, അവിടെ നിന്ന് Hold on. Go through the screening now. ഹല്ലേലൂയ. സ്കാനിംഗ് പ്രോസസ് കൊടുത്ത് പോയെ. The TSA security has something to do with you. Go through the scanning. ഹല്ലേലൂയ. അതെ, സെക്യൂരിറ്റി സിസ്റ്റത്തിനകത്ത് കൊടുത്ത് പോയെ. Let me see your visas. നിന്റെ വിസ ഒന്ന് Your കാണട്ടെ. passports, please. നിന്റെ പാസ്പോർട്ട് ഒന്ന് കാണട്ടെ. So he takes my passport and visa. എന്റെ പാസ്പോർട്ടും വിസ എടുത്തു. What is written there? അവിടെ എന്താ എഴുതിയേക്കുന്നത്? Name, പേര്, care of some denomination. ഏതോ ഡിനോമിനേഷന്റെ കെയർ ഓഫ്. Not acceptable. ഹല്ലേലൂയ. സ്വീകാര്യമല്ല. Can you think of that way? അങ്ങനെ ചിന്തിക്കാൻ സംഭവിക്കാൻ In പറ്റും. my name it is written some good works. എന്റെ പേര് നല്ല പ്രവൃത്തികൾ എഴുതിയിട്ടുണ്ട്. Oh, I'm a nice guy. ഞാൻ നല്ലവനാണ്. I've never cheated. ഞാൻ Oh, കളിപ്പിച്ചിട്ടില്ല. I've never committed adultery. ഞാൻ വ്യഭിചാരം ചെയ്തിട്ടില്ല. I've been such a holy man. ഞാൻ വളരെ വിശുദ്ധനായിരുന്നു. Not acceptable in heaven. എന്നാൽ ഇതൊന്നും സ്വർഗ്ഗത്തിൽ സ്വീകാര്യമല്ല. Only one thing is acceptable in heaven.
ഒരു കാര്യം മാത്രം സ്വർഗ്ഗത്തിൽ If സ്വീകരിക്കുന്നു. your passport and visa holds the name of Jesus, Amen. only then you will be taken up in heaven. Praise the Lord. Hallelujah. നിങ്ങളുടെ പാസ്പോർട്ടിലും വിസയിലും യേശുവിന്റെ നാമം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ പ്രവേശനമുള്ളൂ. And to have that name, you must have a continual relationship with this God. നിങ്ങളുടെ പാസ്പോർട്ടിൽ ആ പേര് വേണമെങ്കിൽ യേശുവുമായി നിർബന്ധമായി നിരന്തരമായ ബന്ധം നിങ്ങൾക്ക് വേണം. Children, if you are not even listening to me, let me tell you, children, listen to me. If you don't have the name of Jesus written in your heart, on that day you will be disappointed. കുഞ്ഞുങ്ങളെ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുക, നിങ്ങളുടെ ഹൃദയത്തിൽ യേശുവിന്റെ നാമം എഴുതപ്പെട്ടിട്ടില്ലെങ്കിൽ ആ ദിവസം നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരും. Fathers and mothers, I am telling you, if you don't have personally a relationship with Jesus, you are in trouble. ഓ മാതാവേ പിതാവേ, നിന്നോട് ഞാൻ വിളിച്ചു പറയുക, നിങ്ങൾക്ക് യേശുവുമായിട്ട് വ്യക്തിപരമായ ബന്ധമില്ലെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ യേശുവിന്റെ നാമം എഴുതപ്പെട്ടിട്ടില്ലെങ്കിൽ അന്ന് നീ ബുദ്ധിമുട്ടിലാകും. In that day when you hand over your passport, അന്ന് നിങ്ങൾ പാസ്പോർട്ട് കൊടുക്കുമ്പോൾ what if it is written there, I supported the pastor? ഞാൻ പാസ്പോർട്ടിനെ കൈത്താങ്ങി എന്നാണ് God will not take you because you supported the pastor. പാസ്പോർട്ടിനെ കൈത്താങ്ങോണ്ട് ദൈവം സ്വീകരിക്കത്തില്ല. People, are you listening to me? I am speaking the word of God strongly today. ദൈവവചനം ശക്തമായി നേരിട്ട് പറയുക. You will not go to heaven because you said, oh, I signed a check for the pastor. പാസ്പോർട്ടിന് ചെക്ക് എഴുതി കൊടുത്ത് പറഞ്ഞാൽ സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റത്തില്ല. God says, I can sign checks from millions of people. Do you have your name in mind? The Lord will ask. ഹല്ലേലൂയ. കർത്താവ് ചോദിക്കും, നിന്റെ വിസയ്ക്കകത്ത് എന്റെ പേരുണ്ടോ? മറ്റൊന്നും എനിക്ക് സ്വീകാര്യമല്ല. Some of you say, I stood with the pastor strongly for the last 5 years. ചിലർ പറയും, കഴിഞ്ഞ 5 വർഷം ഞാൻ പാസ്റ്റർ കൂടെ ചേർന്ന് നിന്നു. God said, that doesn't make any difference to me. അതുകൊണ്ട് എനിക്ക് വ്യത്യാസം I തോന്നുന്നില്ല. want you to stand with me, your God, more than any man. ആമേൻ. ദൈവം പറയും, ഏതൊരു മനുഷ്യനെക്കാളും പാസ്റ്ററേക്കാളും ഉപരിയായി നീ എന്റെ കൂടെ നിൽക്കണം. Church, I am preaching out in the spirit, I know that. ആമേൻ. ആത്മാവിലാണ് ഞാൻ ഈ കാര്യങ്ങൾ If you പറയുന്നത്. still have not had a direct relationship with God, an encounter, today is the day. ഓ യേശുവുമായി വ്യക്തിപരമായ ബന്ധത്തിൽ നിങ്ങൾ ഇതുവരെ വന്നിട്ടില്ലെങ്കിൽ ഇന്ന് അതിനുള്ള അവസരം ദൈവം തരിക. If the rapture takes place, for example, ഉദാഹരണത്തിന് ഇന്ന് ദൈവത്തിന്റെ സഭ എടുത്താൽ, imagine all of us are suddenly shooting up. പെട്ടെന്ന് ദൈവജനം എടുക്കപ്പെടും. Can you imagine one or two of you are standing here and looking up so helplessly? ഹല്ലേലൂയ. നമുക്ക് ചിന്തിക്കാൻ പറ്റും, ഒന്നോ രണ്ടോ പേര് റാപ്ചറിൽ എടുക്കപ്പെടാതെ ഓ ഇതെന്ത് സംഭവിച്ചത് ആശ്ചര്യപരിതരായി. Why am I not taken up? എന്തുകൊണ്ടാ ഞാൻ പോകാതെ? I was in the same church, ഞാനും അതേ സഭയിൽ പോയില്ലേ? singing the same song. അതേ പാട്ട് ഞാനും പാടി. I was listening to the same word. അതേ വചനം ഞാനും കേട്ടു. I know Jesus will be looking at that people and crying, I called you, I called you, I called you, I called you 1,000,000 times. You did not receive me. Now the time is over. ആ സമയത്ത് ഞാൻ വിശ്വസിക്കുന്നു, കർത്താവ് അവരെ നോക്കി വളരെ ദുഃഖത്തോട് പറയും, എന്റെ കുഞ്ഞെ, ഞാൻ എത്ര നാൾ നിന്നെ വിളിച്ചതാ, എത്ര നാൾ നിന്നെ വിളിച്ചതാ, ഇപ്പോൾ സമയം കഴിഞ്ഞു പോയിരിക്കുന്നു, ഇനി പ്രയോജനമില്ല. Now is the time. അതാണ് സമയം. Now is the time. ഇപ്പോഴാണ് If you സമയം. don't have a relationship, now is the time. നിങ്ങൾക്ക് ഇതുവരെ ബന്ധമില്ലെങ്കിൽ ഇപ്പോഴാണ് സമയം. How do we enter into this relationship? ഈ ബന്ധത്തിലേക്ക് നമ്മൾ എങ്ങനെ പ്രവേശിക്കും? Don't listen to a doctrine which says, you know, everything is by believing. Believism, easy believism. It is not easy believism. ആമേൻ. ചുമ്മാ അങ്ങ് വിശ്വസിച്ചാൽ മതി. There will be clear manifestations in your life to tell you that you know God. ഹല്ലേലൂയ. നിങ്ങൾക്ക് ദൈവത്തെ വ്യക്തിപരമായി അറിയാമെന്ന് തെളിയിക്കത്തക്ക സാഹചര്യങ്ങൾ കടന്നു വരും. If a man and let's say young married couple, ഹല്ലേലൂയ, പുതുതായി വിവാഹിതരായ ദമ്പതികൾ they decide to have children, അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായി. after 3 or 4 years 3-4 വർഷത്തിന് ശേഷം they do have children, അവർ കുഞ്ഞുങ്ങളുണ്ടാകും. they are being together, അവർ ഒന്നിച്ച് പാർക്കുന്നു. has brought children out, there is a result. അങ്ങനെയാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത്, അങ്ങനെ ഒരു ഫലം ഉണ്ടാകുക. Isn't that right? ശരിയല്ലേ? In the same way, അതുപോലെ when you are in relationship with Jesus, something happens. നിങ്ങൾ യേശുവുമായി ബന്ധത്തിൽ ജീവിക്കുമ്പോൾ ചില കാര്യങ്ങൾ നടക്കും. Christianity is not a dull religion, it is a fruitful walk with the Lord Jesus Christ. ഹല്ലേലൂയ. ഒരു കഥയില്ലാത്ത കാര്യമല്ല ക്രിസ്തീയ ജീവിതം. അത് വളരെ യേശുക്രിസ്തുമായുള്ള നടപ്പിൽ കൂടെ വളരെ ഫലപ്രദമാണ്. John 7 says like this. യോഹന്നാൻ 7 ഇങ്ങനെ പറയുന്നു. It says, come to me all who are thirsty. ആമേൻ. ഓ ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വരട്ടെ. Out of you shall flow rivers of living water. അങ്ങനെയുള്ളവന്റെ ഉള്ളിൽ നിന്ന് ജീവിതത്തിൽ നിന്ന് നദികൾ പുറപ്പെടും. If you are truly born again, നിങ്ങൾ യഥാർത്ഥത്തിൽ വീണ്ടും if you ജനിച്ചെങ്കിൽ, truly have the Spirit of God in your heart, നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഉണ്ടെങ്കിൽ, today or tomorrow the power of God will come out of you. ഇന്നോ നാളെയോ ദൈവശക്തി നിങ്ങളിൽ നിന്ന് പുറപ്പെടും. Hallelujah. Hallelujah. People, don't be lost. ഓ ദൈവമേ, നഷ്ടപ്പെടരുത്. The fact that you're in Philadelphia Revival Church does not mean you go to heaven. ഫിലഡൽഫിയ റിവൈവൽ ചർച്ച് നിങ്ങൾ ആണെന്നത് കൊണ്ട് സ്വർഗ്ഗത്തിൽ പോകാൻ How many നിർബന്ധമില്ല. of you have an assurance when Jesus comes today, you will go with him? Let's be ആമേൻ. very. എത്ര പേർക്ക് ഈ ഉറപ്പും ധൈര്യവും ഉണ്ട്, യേശു ഇന്ന് രാത്രി വന്നാൽ, ഇപ്പോൾ വന്നാൽ ഞാൻ അവനോടുകൂടെ പോകും. If you're not,
അങ്ങനെ ഇല്ലെങ്കിൽ I am on my knees today for you, ഞാൻ എൻ്റെ മുട്ടിന്മേൽ നിങ്ങളോട് ചോദിക്കുക, pleading with you. നിങ്ങളോട് അപേക്ഷിക്കുക, Open your heart for Jesus. യേശുവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം തുറക്ക്. Because days are coming in the United States of America. അമേരിക്കയിൽ ചില ദിവസങ്ങൾ വരുന്നുണ്ട്. You may not get fellowships like this. ഇതുപോലുള്ള കൂട്ടായ്മ നിങ്ങൾക്ക് കിട്ടത്തില്ലായിരിക്കും. Probably for a period of time, it will be difficult to even come together as a church. ഒരു സഭ എന്ന നിലയിൽ ഒന്നിച്ചു കൂടാൻ പോലും ബുദ്ധിമുട്ട് വന്നേക്കാം. But I thank my God because I have not seen or ear heard what God has kept for His children. എന്നാൽ തന്റെ ജനത്തിന് വേണ്ടി ദൈവം സൂക്ഷിച്ചിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല. Before we go further, മുന്നോട്ട് പോകുന്നതിന് മുമ്പായി anybody wants to give their life afresh to Jesus? പുതുതായി യേശുവിന് ആര് തങ്ങളുടെ ഹൃദയം സമർപ്പിക്കും? Anybody, ഏതെങ്കിലും വ്യക്തി, whoever, children, കുഞ്ഞുങ്ങളാകട്ടെ, Sunday school children, സൺഡേ സ്കൂൾ ചിൽഡ്രൻ, 4-year-old children, 4 വയസ്സുള്ളവർ, anybody ആരുമാകട്ടെ, want to give your life in a special way to Jesus? ഒരു പ്രത്യേക രീതിയിൽ നിങ്ങളുടെ ഹൃദയം യേശുവിന് കൊടുക്കുമോ? Maybe you are 100 years old, ഒരുപക്ഷെ നിങ്ങൾക്ക് 100 വയസ്സ് കാണും. but the Holy Spirit has not yet touched you. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ I തൊട്ടിട്ടില്ല. tell you, I humbly request you, please open your heart to ഞാൻ Jesus. താഴ്മയായി നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, ദയവായി നിങ്ങളുടെ ഹൃദയം ദൈവത്തിന് വേണ്ടി തുറക്കുക. I want to talk to some of you who are already born again. വീണ്ടും ജനിച്ച നിങ്ങളെ ചിലരോട് ഞാൻ If your പറയാം, life is like a pool, ഒരു കുളം പോലെയാണ് നിങ്ങളുടെ it ജീവിതം. is becoming stale every day. അത് ഓരോ ദിവസം നിശ്ചലമായി കിടക്കുകയാണ്. No outflow. ആ കുളത്തിൽ നിന്ന് പുറത്തോട്ട് ഒഴുക്കില്ലെങ്കിൽ That is a pool of death. അത് മരണത്തിന്റെ കുളമാ. But one time it was full of fire. ഒരു സമയത്ത് അവിടെ തീ ഉണ്ടായിരുന്നു. Things were flowing out. ആളുകൾ അത് പുറത്തോട്ട് തീ പോയി. Some doctrine has closed your doors. ഏതോ ഉപദേശം ആ വാതിൽ അടച്ചു. The Lord wants to break it today, open today. അതിനെ തുറക്കാൻ കർത്താവ് ആഗ്രഹിക്കുക. We don't want dead doctrine in the church. നമുക്ക് മരിച്ച തത്വം വേണ്ട. We want life and abundant life. നമുക്ക് ജീവനും സമൃദ്ധിയായ ജീവനും That വേണ്ടേ. is why God has His church here. അതിനാണ് ദൈവം സഭയെ സ്ഥാപിച്ചത്. And He loves you so much. That is നമ്മളെ why He's telling you. ഒത്തിരി കർത്താവ് നമ്മളെ He സ്നേഹിക്കുന്നുണ്ട്. loves you. ഒത്തിരി നിന്നെ He's സ്നേഹിക്കുന്നു. calling you. അതുകൊണ്ടാണ് നമ്മളെ വിളിക്കുക. Hallelujah. He loves you so much. ഒരുപാട് യേശു നമ്മളെ This സ്നേഹിക്കുന്നു. morning in the Bible study, I told the people here, രാവിലെ ബൈബിൾ സ്റ്റഡി ഞാൻ ഇങ്ങനെ പറഞ്ഞു. I said, I've seen nowhere in the world I have seen consumerism like I have seen among people, especially the immigrant community in the United States of America. ഹല്ലേലൂയ. അമേരിക്കയിൽ വന്നിട്ടുള്ള കുടിയേറ്റക്കാരെ പോലെ ഈ സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടാനുള്ള ആഗ്രഹം മറ്റെവിടെ They are only interested in their well-being. അവരുടെ സ്വന്തം കാര്യത്തിൽ മാത്രമേ താല്പര്യമുള്ളൂ. My family, my people, my money, my bank account, how much my job, my estates, all about them. അവരെ പറ്റി, അവരുടെ കുടുംബം, അവരുടെ കുഞ്ഞുങ്ങൾ, അവരുടെ ബാങ്ക് അക്കൗണ്ട്, അവരുടെ വീട്, അവരുടെ കാര്യങ്ങൾ മാത്രം. I say, God may give you the desires of your heart, ദൈവം നിങ്ങളുടെ ഹൃദയത്തിന് ആഗ്രഹം നിങ്ങൾക്ക് തരും. but don't be too sure God is there with you. എന്നാൽ അതിന്റെ നടുവിൽ ദൈവം ഉണ്ടെന്ന് അർത്ഥമില്ല. The children of Israel was given everything they wanted for 40 years. 40 വർഷം ഇസ്രായേൽ മക്കളുടെ ആവശ്യങ്ങളെല്ലാം ദൈവം They നടത്തി. never lacked anything. ഒന്നും കുറവുണ്ടായില്ല. They were rich people, in fact. In the wilderness, they had everything. അത് അവർ മരുഭൂമിയിൽ സമൃദ്ധിയുള്ളവരാണ്. Did they enter the promised land? അവർ ദൈവ രാജ്യത്തിൽ കടന്നു. Why? എന്തുകൊണ്ടാ? They were never thankful to God. ദൈവത്തിനോട് നന്ദിയില്ല. Every time they want more. Never happy. Not a day of thanksgiving. But the children of God are not like that. ഓരോ ദിവസം ഒരു പെറുപെറുക്കുകയും കംപ്ലൈന്റ് ചെയ്യുന്ന ദൈവമക്കൾ അങ്ങനല്ല. Whatever I have, thank you. എനിക്ക് എന്തുണ്ട് കർത്താവിനായി നന്ദി. I have all these things. ഇതെല്ലാം എനിക്ക് ഉണ്ട് കർത്താവ്. This morning, how many of you were able to thank the Lord? The Lord has blessed us with a full house. ഓ നമുക്ക് നിറച്ച സഭ തന്ന ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. What a wonderful God we serve. എത്ര നല്ലവനാ നമ്മുടെ ദൈവം. From my experience, I want to tell you, there are people who have this demon of unthankfulness. ഹല്ലേലൂയ. എനിക്കറിയാം. ഹല്ലേലൂയ സ്തോത്രം. അതെ, നന്ദി പറയുന്ന ഹൃദയമില്ലാത്ത അല്ലെങ്കിൽ ദുരാത്മാവുള്ളവരെ എനിക്കറിയാം. Demonic people who will never thank the Lord for anything. ദുരാത്മാവ് ഉള്ളവര് ദൈവത്തിന് ഒരിക്കലും നന്ദി പറയത്തില്ല. Always finding fault with something. എന്തിനേലും കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമിക്കും. Complaining about something. എന്തിനെ പറ്റിയാലും പരാതി പറയും. Oh, look at the church. സഭയെ നോക്ക്. It's green in color. അത് പച്ചിച്ചിരിക്കുക. Oh, look at this. This has become old. ഇത് പഴയതായി. Oh, look at that. Look at this. Everything is things like that in their own life. Complaining is not from God. ഹല്ലേലൂയ. പരാതിപ്പെടുന്ന സ്വഭാവം ദൈവത്തിൽ നിന്നല്ല. Oh, it is from the devil. അത് പിശാചിന്റേതാണ്. And there is a demon that keeps on telling you complain about everything. അങ്ങനെ നിങ്ങളെ നിർബന്ധിക്കുന്ന, പരാതി പറയാൻ നിർബന്ധിക്കുന്ന ഒരു ദുരാത്മാവാണ്. There are people who say, Lord, I thank you for everything. എന്നാൽ എല്ലാത്തിനും ഞാൻ നന്ദി പറയുന്നവരുണ്ട്. David said, ദാവീദ് പറഞ്ഞു, who am I and what is my father's family that I should serve you? അങ്ങയെ സേവിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിക്കും. ഞാൻ എന്ത് എന്റെ How many of you really can say, Lord, who am I? നമുക്ക് എത്ര പേർക്ക് അങ്ങനെ പറയാൻ You പറ്റും? know, when people appreciate you, how many of you, Lord, who am I? But for your grace, I am what I am. ആളുകൾ നിങ്ങളെ പ്രശംസിക്കുമ്പോൾ എത്ര പേർക്ക് പറയാൻ പറ്റും, കർത്താവേ ഞാൻ ആരാ ഇതിനൊക്കെ, നീയാണ് ഇതിനൊക്കെ എന്റെ The മുഖാന്തരം. minute thankfulness goes out of your heart, ഹൃദയത്തിൽ നിന്ന് നന്ദി പുറപ്പെടുന്ന നിമിഷത്തിൽ pride comes in. ഹല്ലേലൂയ, നിഗളം കടന്നു വരും. I planted the church. ഞാൻ സഭ സ്ഥാപിച്ചു. The people are coming to see me. എന്നെ കാണാൻ ജനം That വരുന്നു. is pride. അതാണ് നിഗളം. Lord, who am I? കർത്താവേ ഞാൻ ആരാ?
I want to be humble and thank you for everything. ഹല്ലേലൂയ. ഞാൻ അധികം താഴ്മയുള്ളവനാ. ഞാൻ God അങ്ങേ is looking for a people like that. അങ്ങനെയുള്ളവരെ ദൈവം And നോക്കുക. He wants to help you. അങ്ങനെയുള്ളവരെ സഹായിക്കാൻ. Thank you for everything. എല്ലാത്തിനും നന്ദി എന്ന് Thank you പറയുന്നു. for the cross. ഓ കുരിശിനായിട്ട് നന്ദി എന്ന് പറയുന്നവർ. Hallelujah. ഹല്ലേലൂയ. When we say thank you for everything, എല്ലാത്തിനും നമ്മൾ നന്ദി പറയുമ്പോൾ spiritually, God begins to open fountains of blessings for you. ഓ നിങ്ങൾക്ക് വേണ്ടി അനുഗ്രഹത്തിന്റെ ഉറവുകൾ ദൈവം തുറക്കുക. When you complain, പരാതിപ്പെടുമ്പോൾ God is likely to take away what you already have. ഉള്ളതുപോലെ ചിലപ്പോൾ അടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. Yes? സ്തോത്രം. Thank the Lord. ദൈവത്തെ സ്തുതി പറയുക. Thank Him for everything. എല്ലാത്തിനും നന്ദി പറയുക. Thank Him for everything. എല്ലാത്തിനും നന്ദി പറയുക. Praise Him, praise Him, Jesus our blessed Redeemer. Sing, O earth, His wonderful love proclaim. Hail Him, highest archangels in glory. Strength and honor give to His holy name. Praise Him, Jesus our blessed Redeemer. Sing, O earth, His wonderful love proclaim. Hail Him, highest archangels in glory. Strength and honor give to His holy name. Like a shepherd, Jesus will guard His children. In His arms He carries them all day long. Praise Him, sing of His excellent praises. Church, two things we are going to do. സഭയിൽ രണ്ട് കാര്യം നമ്മൾ ചെയ്യാൻ പോകുന്നു. If you really do not have a connection with God, യേശുവുമായി നിങ്ങൾക്ക് ഒരു ബന്ധമില്ലെങ്കിൽ I want you to ask Him, കർത്താവിനോട് ചോദിക്കണം. come into my life. കർത്താവിന്റെ ജീവിതത്തിലേക്ക് വരണമേ. Look, you don't have to be good. നിങ്ങൾ നല്ലവരാണോ You നല്ലത്? don't have to change. നിങ്ങൾക്ക് മാറണമെന്നുമില്ല. Don't change. മാറണ്ട. Just accept Jesus into your life. യേശു- He will change you. യേശുവിനെ നിങ്ങൾ സ്വീകരിച്ചാൽ മതി. യേശു നിങ്ങളെ മാറ്റും. Only thing, open your mouth and say, Lord, come alive in me, Lord. ഒരു കാര്യം മാത്രം പറഞ്ഞാൽ മതി. കർത്താവേ എന്നിൽ സജീവമായി വരിക. Come alive in me. എന്നിൽ ജീവനുള്ളവനാകുക. And those of you who feel that you are spiritually stagnant, ആത്മീയമായി നിശ്ചലാവസ്ഥയിലാണ് ചിന്തിക്കുന്നവർ. I want you to open your mouth and praise the Lord. നിങ്ങളുടെ വായെ തുറന്ന് കർത്താവിനെ സ്തുതിക്കണം. Some of you are not able to praise God. ചിലർക്ക് ദൈവത്തെ സ്തുതിക്കാൻ And we പറ്റുന്നില്ല. are going to do something right now. ഇപ്പോൾ നമ്മൾ ചില കാര്യം ചെയ്യാം. You will be released. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകും. Then ask God for grace to praise Him. ദൈവത്തെ സ്തുതിക്കുവാൻ കൃപ ചോദിക്കണം. Think of the day you were born. നിങ്ങൾ ജനിച്ച ദിവസം Thank God for your parents. നിങ്ങളുടെ മാതാപിതാക്കൾക്കായി Thank നന്ദി. God for your siblings. നമ്മുടെ സഹോദരങ്ങൾക്കായി നന്ദി പറയും. Thank God for your family members. നമ്മുടെ കുടുംബാംഗങ്ങൾക്കായി നന്ദി പറയാം. Thank God for all the plus things God has done for you. ദൈവം ചെയ്ത എല്ലാ നല്ല കാര്യങ്ങൾക്കും നന്ദി പറയാം. Thank God for all the negative things that you have gone through. നല്ലതല്ലാത്ത കാര്യങ്ങൾ നമ്മൾ And കടന്നു thank God for the future, ഭാവിയെ ഓർത്ത് നന്ദി for പറയാം. all the promises. എല്ലാ വാഗ്ദത്തങ്ങൾക്കായി Just thank Him. കർത്താവ് നന്ദി പറയാം. Just open your mouth. വായെ തുറക്കുക. Please, I don't want anybody to sit quiet today. ആരും മിണ്ടാതിരിക്കരുത്. Today, I'm going to be a little aggressive. ഇന്ന് ഞാൻ നിങ്ങളോട് ചില കട്ടിയായിട്ട് പറയാം. I've never been like that before. ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല. But I don't want to lose a single person in this church. ഈ സഭയിലുള്ള ഒരു വ്യക്തിയും നഷ്ടമാകാൻ I don't want a single person in this church to go to hell. ഒരു വ്യക്തി പോലും ഇവിടെ നിന്ന് നരകത്തിൽ I പോകരുത്. want everybody to be on fire for Jesus. എല്ലാവരും യേശുവിന് വേണ്ടി കത്തണം. Everybody, Lord. എല്ലാവരും തന്നെ. Please open your mouth. ഹല്ലേലൂയ. നമുക്ക് ദൈവം കരങ്ങൾ വായെ തുറക്കാം നമുക്ക്. ഹല്ലേലൂയ. I want you to know hell is real. I want you to know hell is real. I want you to know Jesus Christ is real. Just open your mouth and praise God. Thank you. വായെ തുറന്ന് നന്ദി പറയുക. Some of you can speak in tongues. Speak in tongues. അന്യഭാഷയുള്ളവർ അങ്ങനെ ചെയ്യുക. ഹല്ലേലൂയ. If some of you have been specially touched by God today, I want you to stand up. ആർക്കെങ്കിലും ഒരു പ്രത്യേക സ്പർശനം ആവശ്യമുള്ളവർ ദയവായി എഴുന്നേൽക്കണം. ആമേൻ ആമേൻ. Thank you, Jesus. Hallelujah. Hallelujah. I know. I love that money. Go up. Don't be concerned about your needs.
ആവശ്യത്തെ പറ്റി ബോധവാന്മാരാണ്ട് My God shall supply all my needs according to his riches in glory. He will make his angels charge over. If God has touched you today, ദൈവം നിങ്ങളെ തൊട്ടെങ്കിൽ you can stand up in your place. എഴുന്നേറ്റ് നിൽക്കാം. A live connection is going to come. നിങ്ങളൊരു സജീവമായ ബന്ധം വരും. I want all the ministers in the church to be ready. എല്ലാ ശുശ്രൂഷകന്മാരും ഒരുങ്ങുക. You're going to do some work today. You're going to say handful today. നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുക. Please pray and ask for an anointing. ഒരു അഭിഷേകം ചോദിക്കുക കർത്താവിനോട്. ഹല്ലേലൂയ. Jehovah Jireh careth for me, for me, for me. Jehovah Jireh careth for me. Jehovah Jireh in Sahayam His grace is sufficient for me, for me, Jesus. for me. Jehovah Jireh, my provider, His grace is sufficient for me. My God shall supply all my needs according to his riches in glory. He will make his angels charge over me. Jehovah Jireh cares for me, for me, for me. Jehovah Jireh cares for me.